നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കാസർഗോഡ് ജില്ല പൂർണ്ണ സജ്ജം. വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് തിരഞ്ഞെടുപ്പ്. ഒരുക്കിയത് 1334 പോളിംഗ് ബൂത്തുകൾ. വോട്ടെടുപ്പ് ദിവസം വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ശക്തമായ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി PB ജോയ്. 10 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് സുരക്ഷാ ചുമതല. കാസർഗോഡ് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് LDFനെ സഹായിക്കുവാനാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കളക്ടർ ആരുടെയോ ചട്ടുകമായി പ്രവർത്തിക്കുന്നുവെന്നും ഉണ്ണിത്താൻ. നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിലും വോട്ട് ഉറപ്പിക്കുവാനുള്ള തിരക്കിൽ കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിയായിരുന്നു സ്ഥാനാർത്ഥികളുടെ വോട്ടഭ്യർത്ഥന. തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റു പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ജില്ലയിൽ നടന്നു. പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിലായിരുന്നു വിതരണം. വീട്ടിൽ വോട്ടിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 5331 വോട്ടർമാർ വോട്ട് ചെയ്തു. 3566 ഭിന്നശേഷി വോട്ടർമാരും 642 അവശ്യ സർവീസ് വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കാസർഗോഡ് ജില്ല പൂർണ്ണ സജ്ജം. വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് തിരഞ്ഞെടുപ്പ്. 9 സ്ഥാനാർത്ഥികളാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മത്സര രംഗത്തുള്ളത്. 14,52,230 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ഒരു ഓക്സിലറി ബൂത്ത് ഉൾപ്പെടെ 1334 പോളിംഗ് ബൂത്തുകളാണ് തിരഞ്ഞെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി കാസർഗോഡ് ജില്ലയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ അറിയിച്ചു. മണ്ഡലത്തിൽ ഒരു ഓക്സിലറി ബൂത്ത് ഉൾപ്പെടെ 1334 പോളിംഗ് ബൂത്തുകളാണ് തിരഞ്ഞെടുപ്പിനായി ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നടപ്പിലാക്കുമെന്നും കളക്ടർ അറിയിച്ചു. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും 1334 പോളിംഗ് സ്റ്റേഷനുകളിൽ നമ്മൾ വെബ്കാസ്റ്റിംഗ് ചെയ്യുന്നു. ഈ വെബ്കാസ്റ്റിംഗ് കളക്ടറേറ്റിലുള്ള കൺട്രോൾ റൂം, JD ഓഫീസിന്റെ മുകളിൽ ഉള്ള കൺട്രോൾ റൂമിൽ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ കഴിയും. അവിടെ 14 LED TV വെക്കുന്നുണ്ട്, 90 ലാപ്ടോപ്പുകൾ വെക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വെബ്കാസ്റ്റിംഗ് നമുക്ക് കാണാൻ കഴിയും. വീട്ടിൽ വോട്ട് സൗകര്യത്തിൽ 5331 പേർ വോട്ട് ചെയ്തു. 3566 ഭിന്നശേഷി വോട്ടർമാരും വോട്ട് ചെയ്തു. അവശ്യ സർവീസ് വോട്ടർമാരിൽ 642 വോട്ടർമാർ വോട്ട് ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ജില്ലയിൽ 983 വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയും സെക്കൻഡ് പോളിംഗ് ഓഫീസർമാരെയും നിയോഗിച്ചു. 90 സെക്ടറൽ ഓഫീസർമാരെയും നിയോഗിച്ചു. നിരീക്ഷണത്തിന് 244 മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചതായും കളക്ടർ അറിയിച്ചു. 4561 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഈ കാസർഗോഡ് മണ്ഡലത്തിലുള്ളത്. ഇവരെല്ലാവരും നാളെ രാവിലെ 8 മണിക്ക് ഈ വിതരണ കേന്ദ്രങ്ങളിൽ ഹാജരായി ഈ സാധനങ്ങളെല്ലാം കൈപ്പറ്റി അതത് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ബൂത്തുകളിലെല്ലാം ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള എല്ലാ അവശ്യ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. വോട്ട് ചെയ്യുന്നതിന് ഫോട്ടോ പതിച്ച വോട്ടർ തിരിച്ചറിയൽ കാർഡാണ് വോട്ടറെ തിരിച്ചറിയാനുള്ള പ്രധാന രേഖ. വോട്ടെടുപ്പ് ദിവസം എല്ലാ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട മാതൃകാ പെരുമാറ്റച്ചട്ടവും കളക്ടർ വിശദീകരിച്ചു. തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ഏപ്രിൽ 27 വരെ വൈകിട്ട് 6 മണി വരെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മദ്യനിരോധനവും പ്രാബല്യത്തിൽ വന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വോട്ടെടുപ്പ് ദിവസം വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ശക്തമായ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി PB ജോയ്. 10 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കുള്ള ചുമതല നൽകിയത്. സായുധ സേനയോടൊപ്പം NCC, NSS വളണ്ടിയർമാരും സുരക്ഷാ ഡ്യൂട്ടിക്ക് സഹായത്തിനായി ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. നമുക്ക് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 3280 ഉദ്യോഗസ്ഥരാണ് പോലീസും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് ഒരുമിച്ചുള്ളത് ഈ ഇലക്ഷന് വേണ്ടിയുള്ളത്. അതിൻ്റെ അകത്ത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഹോം ഗാർഡ്സ് ഉണ്ടാവും, എക്സൈസിലെ ഉദ്യോഗസ്ഥരുണ്ടാവും, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ട്, ഫോറസ്റ്റിൻ്റെ ഉണ്ട്. അതുകൂടാതെ നമ്മൾ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സായിട്ട് കുറേയധികം ആൾക്കാരെ നമ്മൾ എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ 788
മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആംഡ് പോലീസും നമുക്ക് ഈ ഇലക്ഷന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് ഒരു 10 DYSPമാരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഇലക്ഷൻ സ്കീം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. 10 DYSPമാരുണ്ട്. അത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 3 സബ് ഡിവിഷനാണ് ഉള്ളത്. അതിന് ഇലക്ഷന് വേണ്ടി നമ്മളത് 8 സബ് ഡിവിഷനായിട്ട് നമ്മളത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കാസർഗോഡ് ജില്ല മൊത്തം. അതിൻ്റെ ഉദ്ദേശം കുറച്ചുകൂടെ സൂപ്പർവൈസറി ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ 8 സബ് ഡിവിഷനിൽ നമ്മൾ 8 DYSPമാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഈ രണ്ട് പോലീസ് സ്റ്റേഷൻ വരത്തക്ക രീതിയിൽ നമ്മൾ ഓരോ DYSPമാരുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതാത് സ്റ്റേഷൻ ഹൗസ് ഓഫീസേഴ്സിനെ നമ്മൾ മറ്റ് ഡ്യൂട്ടിക്ക് എടുത്തിട്ടില്ല, അവർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ ചെയ്തേക്കുന്ന പോലീസ് സ്റ്റേഷനിൽ തന്നെ നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമും ഉണ്ടായിരിക്കും. ഇപ്പോൾ പോളിംഗ് ദിവസങ്ങളിൽ എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഓഫീസേഴ്സ് തന്നെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉൾപ്പെട്ട ഒരു ടീം പോലീസ് സ്റ്റേഷനിലുണ്ടായിരിക്കും. കളക്ടർക്കെതിരെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് LDFനെ സഹായിക്കുവാനാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കളക്ടർ ആരുടെയോ ചട്ടുകമായി പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞ ഉണ്ണിത്താൻ ജില്ലാ ഭരണകൂടം UDFനോട് പ്രതികാര നടപടി കാണിക്കുകയാണെന്നും ആരോപിച്ചു. കളക്ടർ 144 ഡിക്ലെയർ ചെയ്ത് എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തത് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചും മനസ്സിലാവുന്നില്ല. കാസർഗോഡ് എന്തെങ്കിലും സംഘർഷമോ സംഘടനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭീഷണിയോ അങ്ങനെ ഒന്നും നിലനിൽക്കുന്നില്ല. കളക്ടർക്ക് റിട്ടേണിംഗ് ഓഫീസറിലും കളക്ടർ എന്ന നിലയിലും 144 ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരത്തെ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഓണം വരണമെങ്കിൽ ഒരു മൂലം വേണമല്ലോ. അപ്പോൾ 144 ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഭരണഘടനാപരമായി എനിക്കുള്ള അവകാശമെന്ന് പറയാതെ അവകാശം വിനിയോഗിച്ചത് ഏത് പശ്ചാത്തലത്തിലാണ്, എന്ത് സാഹചര്യത്തിലാണെന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത കളക്ടർക്കുണ്ട്. അപ്പോൾ ഇത് കൂട്ടമായി ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്നതിനെ തടയാനും വോട്ടർമാരുടെ കൂട്ടായുള്ള വരവിനെ ഇല്ലാതാക്കാനുമാണ് ഈ 144 ഡിക്ലെയർ ചെയ്ത് നോമിനേഷൻ കൊടുത്ത നിമിഷം മുതൽ ഒരു പ്രതികാര നടപടിയിലേക്കാണ് UDFനോട് ജില്ലാ ഭരണകൂടം കാണിക്കുന്നത്. കാരണം എന്നോട് കളക്ടർ രേഖാമൂലം തന്ന മെസ്സേജ് എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. കൃത്യം 10 മണിക്കാണ് കളക്ടറിൽ ഓഫീസ് തുറക്കുന്നത്. തുറക്കുമ്പോൾ ആരാണോ ഒന്നാമത് ക്യൂവിൽ നിൽക്കുന്ന അയാൾക്ക് ഒന്നാമത്തെ ടോക്കൺ കൊടുക്കും. ഞാൻ 9 മണിക്ക് പോയി അവിടെ നിന്നു, ഒരാളും വന്നില്ല. 10 മണിയായപ്പോൾ പറയാണ് 8 മണിക്ക് ടോക്കൺ കൊടുത്തു. അപ്പം കളക്ടർ ആരുടെയൊക്കെ ഉത്തരവ് പാലിക്കുന്ന അല്ലെങ്കിൽ ആരുടെയൊക്കെ ആജ്ഞ സ്വീകരിക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു എന്ന് അന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നടപടി ഏകപക്ഷീയമാണ്, അതാരെയോ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്താണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിലും വോട്ട് ഉറപ്പിക്കുവാനുള്ള തിരക്കിലായിരുന്നു കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിയാണ് UDF, LDF, NDA സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചത്. വെള്ളിയാഴ്ച രാവിലെ തന്നെ തങ്ങളുടെ ബൂത്തുകളിലെത്തി സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തും. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടുറപ്പിക്കുവാനുള്ള അവസാനഘട്ട ഓട്ടത്തിലാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. നിശബ്ദ പ്രചരണ ദിവസമായ വ്യാഴാഴ്ചയും വോട്ടുറപ്പിക്കുവാനുള്ള തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിയാണ് UDF, LDF, NDA സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിച്ചത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ അമ്പലത്തറ സ്നേഹാലയത്തിലെ അന്തേവാസികളെ സന്ദർശിച്ചാണ് നിശബ്ദ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് വീടുകളിലും സ്ഥാപനങ്ങളിലുമെത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ടഭ്യർത്ഥിച്ചു. നിശബ്ദ പ്രചരണ ദിനത്തിൽ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ മഞ്ചേശ്വരം, ഉദുമ, കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലങ്ങളിൽ വീടുകളിലെത്തി വോട്ടഭ്യർത്ഥന നടത്തി. NDA സ്ഥാനാർത്ഥി ML അശ്വിനിയും മഞ്ചേശ്വരം, ഉദുമ, കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലങ്ങളിൽ വീടുകളിലെത്തി വോട്ടഭ്യർത്ഥന നടത്തി. വോട്ടഭ്യർത്ഥിക്കുവാൻ വിട്ടുപോയ ഇടങ്ങളിലെത്തി വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിച്ചും സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിച്ചു. വെള്ളിയാഴ്ച രാവിലെ തന്നെ തങ്ങളുടെ ബൂത്തുകളിലെത്തി സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തും. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പടന്നക്കാട് SNTTCയിൽ 170 നമ്പർ ബൂത്തിൽ ഭാര്യ സുധാകുമാരിക്കൊപ്പം രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തും. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ക്ലായിക്കോട് മുഴക്കം GUP സ്കൂളിലെ 35 നമ്പർ ബൂത്തിൽ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തും. NDA സ്ഥാനാർത്ഥി ML അശ്വിനി മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ വാണി വിജയ പ്രൈമറി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലെ ബൂത്ത് നമ്പർ 43-ൽ രാവിലെ 8 മണിക്ക് തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരഞ്ഞെടുപ്പിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം
ജില്ലയിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ നടന്നു. വിപുലമായ സജ്ജീകരണങ്ങളാണ് ഓരോ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിലും ഒരുക്കിയിരുന്നത്. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെ 89 മണ്ഡലങ്ങളിലേക്കാണ് നാളെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പോളിംഗിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വോട്ടിംഗ് യന്ത്രങ്ങളുടെയും VVPATകളുടെയും മറ്റു പോളിംഗ് സാമഗ്രികളുടെയും വിതരണം പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ 8 മണി മുതൽ നടന്നു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുമ്പള, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ, സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പയ്യന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടന്നു. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന്റെ ചുമതല ബന്ധപ്പെട്ട തഹസിൽദാർമാർക്കും വോട്ടിംഗ് മെഷീൻ, VVPAT മെഷീൻ എന്നിവയുടെ വിതരണ ചുമതല അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്കുമായിരുന്നു. പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ശേഷം ഉദ്യോഗസ്ഥരെ പ്രത്യേകം വാഹനങ്ങളിലാണ് പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചത്. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ യാത്രാവേളയിൽ പോലീസും റൂട്ട് ഓഫീസറും അനുഗമിച്ചിരുന്നു. വിതരണ കേന്ദ്രങ്ങളിൽ വിപുലമായ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരുന്നത്. പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റുന്നതിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്കായി കുടിവെള്ളം, ലഘുഭക്ഷണശാല, ഹെൽപ്പ് ഡെസ്ക്, അടിയന്തര ചികിത്സാ സൗകര്യം എന്നിവ ഈ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നു. പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിൽ എത്തിച്ചു. വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങളിൽ തന്നെയാണ് സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വീട്ടിൽ വോട്ട് സൗകര്യത്തിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 5333 വോട്ടർമാർ വോട്ട് ചെയ്തു. 3566 ഭിന്നശേഷി വോട്ടർമാരും 642 അവശ്യ സർവീസ് വോട്ടർമാരും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വയ്യാത്ത വോട്ടർമാർക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പാടാക്കിയ വീട്ടിലെ വോട്ട് ജില്ലയിൽ പൂർത്തിയായി. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും ഭിന്നശേഷിക്കാരെയുമാണ് വീട്ടിലെ വോട്ടിനായി പരിഗണിച്ചത്. 18 ആരംഭിച്ച വീട്ടിലെ വോട്ടിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ 5467 വോട്ടർമാരിൽ 5337 വോട്ടർമാർ വോട്ട് ചെയ്തു. 3687 ഭിന്നശേഷി വോട്ടർമാരിൽ 3566 വോട്ടർമാർ വോട്ട് ചെയ്തു. 711 അവശ്യ സർവീസ് വോട്ടർമാരിൽ 642 വോട്ടർമാർ വോട്ട് ചെയ്തു. മഞ്ചേശ്വരം 309, കാസർഗോഡ് 321, ഉദുമ 617, കാഞ്ഞങ്ങാട് 911, തൃക്കരിപ്പൂർ 863, പയ്യന്നൂർ 1151, കല്യാശ്ശേരി 1159 എന്നിങ്ങനെയാണ് വീട്ടിലെ വോട്ട് ചെയ്ത 85+ വോട്ട് ചെയ്തവരുടെ കണക്ക്. മഞ്ചേശ്വരം 684, കാസർഗോഡ് 427, ഉദുമ 669, കാഞ്ഞങ്ങാട് 544, തൃക്കരിപ്പൂർ 562, പയ്യന്നൂർ 397, കല്യാശ്ശേരി 282 എന്നിങ്ങനെയാണ് വീട്ടിലെ വോട്ട് ചെയ്ത ഭിന്നശേഷി വോട്ടർമാരുടെ കണക്ക്. മഞ്ചേശ്വരം 1, കാസർഗോഡ് 23, ഉദുമ 49, കാഞ്ഞങ്ങാട് 68, തൃക്കരിപ്പൂർ 133, പയ്യന്നൂർ 222, കല്യാശ്ശേരി 146 എന്നിങ്ങനെയാണ് അവശ്യ സർവീസ് വോട്ടർമാരുടെ കണക്ക്. വളരെ ആവേശപൂർവ്വമാണ് ഇവർ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായത്. അപൂർവം ആളുകൾ മാത്രമാണ് സഹായികളെ ആശ്രയിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് കാരണം കാണിക്കൽ നോട്ടീസ്. വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നതിനായി സൗജന്യ വാഹനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന അറിയിപ്പ് പ്രസിദ്ധീകരിച്ചതിനാണ് നോട്ടീസ് നൽകിയത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന് വീണ്ടും കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നതിനായി സൗജന്യ വാഹനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന അറിയിപ്പ് പ്രസിദ്ധീകരിച്ചതിന് 1951 ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 123 5 ഉപവകുപ്പ് പ്രകാരമാണ് രാജ്മോഹൻ ഉണ്ണിത്താന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നോഡൽ ഓഫീസർ സൂഫിയാൻ അഹമ്മദാണ് നോട്ടീസ് നൽകിയത്. 48 മണിക്കൂറിനകം വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വോട്ടർമാരെ സ്വാധീനിക്കുവാൻ സൗജന്യമായി വാഹനം ഏർപ്പെടുത്തുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെയും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെയും ലംഘനമാണെന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഫാബ്രിക്കേഷൻ തൊഴിലാളി ജോലിക്കിടെ ഷോക്കേറ്റ് മരിച്ചു. കാസർഗോഡ് ഗുഡ് ഡേ ടെമ്പിൾ റോഡ് സ്വദേശി രാജേഷാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 7:30 ഉപ്പളയ്ക്ക് സമീപത്തുള്ള ജനപ്രിയയിലെ അറേബ്യൻ മെക്സിക്കോ ഹോട്ടലിലായിരുന്നു അപകടം. ഷോക്കേറ്റ് വീണ രാജേഷിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു. രവിയുടെയും സുജാതയുടെയും മകനാണ് രാജേഷ്. ഭാര്യ അശ്വിനി.
യശ്വൻ രാജ് ഏക മകനാണ്. ചെർക്കളയിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന CM മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ജൂലൈയിൽ പ്രവർത്തനം ആരംഭിക്കും. ഹോസ്പിറ്റലിന്റെ പേര് പ്രഖ്യാപനം സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ലോഗോ പ്രകാശനം എടനീർ മഠം സ്വാമി ശ്രീ സച്ചിദാനന്ദയും മോട്ടോ പ്രഖ്യാപനം മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ റവറന്റ് ഫാദർ മാത്യു ബേബിയും നിർവഹിച്ചു. ചെർക്കളയിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മികച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പേര് പ്രഖ്യാപനം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ലോഗോ പ്രകാശനം എടനീർ മഠം സ്വാമി ശ്രീ സച്ചിദാനന്ദയും മോട്ടോ പ്രഖ്യാപനം മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ റവറന്റ് ഫാദർ മാത്യു ബേബിയും നിർവഹിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗവും ക്യാത്ത് ലാബ് സൗകര്യവും കാർഡിയോളജി വിഭാഗവും പാമ്പുകടി ചികിത്സാ യൂണിറ്റും ടോക്സിക്കോളജി വിഭാഗവും പക്ഷാഘാതം ബാധിച്ചവർക്ക് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ സൗകര്യവും പ്രസവ ചികിത്സയുടെ ഏറ്റവും ആധുനിക രീതികളായ പ്രൈവറ്റ് ബർത്ത് സ്യൂട്ട് ഡെലിവറിയും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയറും ന്യൂറോ സർജന്റെ സേവനങ്ങളും ഉണ്ടായിരിക്കും. വളരെ കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ സാധാരണ ജനങ്ങൾക്ക് അയൽ സംസ്ഥാനത്തെയും അയൽ ജില്ലകളെയും ആശ്രയിക്കാതെ തന്നെ മികച്ച ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലായി CM മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉത്തര കേരളത്തിലെ കഴകങ്ങളിൽ പ്രഥമഗണനീയമായ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ 2.5 പതിറ്റാണ്ടിനു ശേഷം പെരുങ്കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു. അടുത്ത വർഷം മാർച്ച് 5 മുതൽ 28 വരെ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനുള്ള സംഘാടക സമിതി രൂപീകരണം ഏപ്രിൽ 28 രാവിലെ നടക്കുമെന്ന് കഴകം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഐതിഹ്യ പെരുമയിൽ സമ്പന്നമായ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം വീണ്ടും എത്തുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് മാനവിക ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ജനകീയ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് കഴകം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നടക്കുന്ന 4ാമത് പെരുങ്കളിയാട്ടത്തിനാണ് ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. 1954-ലും 1974-ലും 1999-ലുമാണ് ഇതിനു മുൻപ് പെരുങ്കളിയാട്ടം നടന്നത്. 4 മുണ്ടിയകളിലെയും ഒരു അറയിലെയും 4000-ൽ പരം കുടുംബങ്ങളാണ് രാമവില്യം കഴകത്തിന് കീഴിലുള്ളത്. ഏപ്രിൽ 28 രാവിലെ 9:30 സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതിയെ ഇളമ്പച്ചി സൗത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും പൂർണ്ണകുംഭത്തോടെ രാമവില്യം കഴകത്തിലേക്ക് ആനയിക്കും. സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തും. NKP അസീസ് മുഖ്യാതിഥിയാകും. സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. കഴകത്തിന് കീഴിലെയും മറ്റ് ക്ഷേത്രങ്ങളിലെയും സ്ഥാനികരും കൂട്ടായിക്കാരും ഭാരവാഹികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ സമുദായ സംഘടനാ നേതാക്കളും ഇതര മത സമുദായ ആരാധനാലയ പ്രതിനിധികളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ വിവിധ ഉപസമിതികളും രൂപം കൊള്ളും. വാർത്താ സമ്മേളനത്തിൽ കഴകം പ്രസിഡന്റ് VV രാഘവൻ, വൈസ് പ്രസിഡന്റ് KV അമ്പക്കുഞ്ഞി, സെക്രട്ടറി T ഗംഗാധരൻ, ജോയിന്റ് സെക്രട്ടറി MK അനിൽകുമാർ, ട്രഷറർ PV ജനാർദ്ദനൻ, വൈക്കത്ത് രാജീവൻ സമുദായി, കുണ്ടുവളപ്പിൽ കുഞ്ഞികൃഷ്ണൻ സമുദായി, കടിയാനം പ്രഭാകരൻ സമുദായി എന്നിവർ പങ്കെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം പഞ്ചായത്ത് 2ാം വാർഡിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 1000-ഓളം കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന തുമ്മിനാട്ടിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷം. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി രംഗത്ത്. കടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ കുഞ്ചത്തൂർ തുമ്മിനാട് മേഖലയിലെ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. മാസങ്ങൾ കഴിഞ്ഞിട്ടും കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. വേനൽ ചൂടിൽ രോഗഭീതിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്നും മുന്നറിയിപ്പ് നൽകുന്നതാകട്ടെ രോഗം വരാതിരിക്കാൻ ഈ കാലാവസ്ഥയിൽ ശരിക്കും വെള്ളം കുടിക്കണമെന്നാണ്. അതേസമയം ഇവിടെ കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് മാസങ്ങൾ പിന്നിടുന്നു. മോട്ടോർ പമ്പ് കേടായിട്ട് 1.5 മാസം കഴിഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നിലവിൽ മോട്ടോർ ഷെഡ് തുരുമ്പെടുത്ത് വാതിൽ തകർന്ന നിലയിലുമാണ്. ഷെഡിൽ നിന്നും ഷോക്കടിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. ചെറിയ കുട്ടികളും ഇതിന് സമീപം കളിക്കുന്നുണ്ട്. കഴിഞ്ഞ 1 വർഷമായി കുമ്പള സെക്ഷനിൽ നാട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും നടപടി സ്വീകരിച്ചില്ല എന്ന പരാതിയുമുണ്ട്. കുമ്പള സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ
HM എന്നിവർക്ക് നാട്ടുകാർ പലതവണ പരാതി നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മോട്ടർ കേടായിട്ട് സാധാരണ ഒരു 1.5 മാസമായി ഇതുവരെ ഇവിടുത്തെ അധികാരികൾ, വോട്ടർ അധികാരികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മുടെ HM കുമ്പളയിലുള്ള ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കലില്ല. അതുപോലെ കുമ്പള എയും ഈ ഭാഗത്തിലേക്ക് വന്നിട്ടേ ഇല്ല. ഇവർ ഇവിടെ ഉണ്ടോ ഇല്ല എന്ന് ഭയങ്കര സംശയം ഞങ്ങൾക്ക്. അപ്പോൾ ഈ 2 പേരെയും ഇവിടുന്ന് മാറ്റിയിട്ട് നല്ലവരെ HMനും എയിനും ആക്കണം. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് വല്ലാതെ വെള്ളത്തിൻ്റെ പരാതിയുണ്ട്. വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ നെട്ടോട്ടം ഓടുന്നതാണ്. ഇവിടേക്കായിട്ട് ഈ തണ്ണി ഒരാഴ്ച ഞങ്ങൾക്ക് വരുന്ന 2 പ്രാവശ്യം തണ്ണി വരുന്നത്. ഈ 2 പ്രാവശ്യം അരമണിക്കൂർ 1 മണിക്കൂർ തണ്ണി വന്നാൽ ഞങ്ങൾക്ക് തണ്ണി മതിയാകുന്നില്ല. അപ്പോൾ തണ്ണിൻ്റെ ബില്ല് എത്ര വരുന്നു? 2 മാസത്തിലേക്ക് 600 രൂപ 700 രൂപ ബില്ല് വരുന്നു. 1.5 മാസമായി. ഈ 1.5 മാസത്തിന് ഇവിടെ ആരും വന്നിട്ടില്ല, നോക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഓടുന്നു വെള്ളം കുടി. 1.5 മാസമായി 6 അപ്പോൾ ഒരാരും വരുന്നില്ല, നോക്കുന്നില്ല, തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കണ്ടേ? പരാതി ലഭിച്ചാൽ സ്ഥലം സന്ദർശിക്കേണ്ട HM സ്ഥലത്തേക്ക് വരികയോ ഫോൺ എടുക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം. കുടിവെള്ളത്തിനായി പലരും കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ്. മാസങ്ങളായി മോട്ടോർ കേടുവന്നതിനെ തുടർന്ന് കുടിവെള്ളം ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി ഭാരവാഹികൾ ഉപഭോക്താക്കളിൽ നിന്ന് ഒപ്പ് ശേഖരിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം റെയിൽവേ ട്രാക്ക് മുറിച്ചു കിടക്കുന്ന റോഡ് ഒഴിവാക്കാനുള്ള റെയിൽവേ അധികൃതരുടെ നീക്കത്തിനെതിരെ പ്രതിഷേധമുയർന്നു. പ്രദേശവാസികൾ സഞ്ചരിക്കുന്ന റോഡിന് റെയിൽവേ വകുപ്പ് അടിയന്തര സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ റോഡ് മുറിച്ചു കടക്കാൻ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വശത്ത് അനിശ്ചിതകാല സമരം നടക്കുന്നതിനിടയിൽ ഇപ്പോൾ മഞ്ചേശ്വരം റെയിൽവേ ട്രാക്ക് റോഡ് ഒഴിവാക്കാനുള്ള റെയിൽവേ അധികൃതരുടെ നീക്കം മറ്റൊരു പ്രതിഷേധത്തിന് വഴിവെക്കുന്നു. നിലവിൽ റെയിൽവേ മേൽപ്പാലം ഇല്ലാത്തതിനാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രദേശവാസികൾ ഈ റോഡിൽ നിന്ന് നേരിട്ട് കടന്നു പോവുകയായിരുന്നു. ചില ദിവസങ്ങളിൽ ഗുഡ്സ് തീവണ്ടികൾ പാളത്തിൽ നിർത്തിയ ദിവസങ്ങളോളം നാട്ടുകാർക്ക് ഗുഡ്സ് തീവണ്ടിയുടെ അടിയിലൂടെ കടക്കേണ്ട സ്ഥിതിയാണ്. മറ്റൊരു മാർഗമില്ലാത്തതിനാൽ നാട്ടുകാർ ഇതേ റോഡാണ് ഉപയോഗിക്കുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോം വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായാണ് നാട്ടുകാർ സഞ്ചരിച്ചിരുന്ന റോഡ് റെയിൽവേ വകുപ്പ് അടയ്ക്കുന്നതായാണ് വിവരം. ഇതുമൂലം വിദ്യാർത്ഥികളും സ്ത്രീകളും ഭിന്നശേഷിക്കാരും വയോധികരും ഉൾപ്പെടെ ട്രാക്ക് മുറിച്ചു കടക്കാൻ കഴിയാതെ ദുരിതം അനുഭവിക്കും. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ പരാതി മുന്നേയുള്ള വിഷയമായിട്ടിരിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ കടക്കാൻ ഗൂഡ്സ് വണ്ടി നന്നായി കടന്നിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പം എന്താ ഗൂഡ്സ് വണ്ടിനങ്ങായിട്ട് മേൽപ്പാലം ഇവിടെ ആയിട്ടില്ല. രണ്ടാമത് ഇവിടെ നടന്നിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. റെയിൽവേൻ്റെ കുറച്ച് ഹൈറ്റായിട്ടൊരു സൈഡ് ഇതാക്കിനാര്, കല്ല് കെട്ടിനാര്. അപ്പോൾ അതിൽ ബേസന്മാർക്കാർക്കും നടന്നിട്ട് പോകാൻ കഴിയുന്നില്ല. ആരെങ്കിൽ ഇപ്പോൾ വറുത്തത്തെ ബേസന്മാർ അങ്ങ് കിടക്കുമ്പോൾക്ക് ആരെങ്കിലും ബാലക്കാർ വരുന്നതെന്ന് കാത്തിട്ട് അവർ കൈ പിടിച്ചിട്ട് ഇതൊക്കെ ആക്കുന്ന അങ്ങനത്തെ പരിസ്ഥിതിയായിട്ട് ഇതിലൊക്കെ റെയിൽവേ അധികാരികളായിട്ട് ഇതിലൊക്കെ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ആയെങ്കും ആരും ആയെങ്കും ഇതിനൊന്നും അവിടുത്തെ റോഡിൻ്റെ ഹൈവേൻ്റെ സൈഡിൻ്റെ പ്രോബ്ലം അത് അങ്ങനെ ഉണ്ട്. അവിടെ കടക്കാൻ പറ്റാത്ത അവിടെ അവസ്ഥ. റെയിൽവേൻ്റെ ഇപ്പുറത്ത് എങ്ങനെയെങ്കിലും അവിടുന്ന് കടന്നിട്ട് വന്നെങ്കിൽ കൂടെ കടക്കും കഴിയാത്ത അവസ്ഥയായിട്ട്. പ്രദേശവാസികൾ സഞ്ചരിക്കുന്ന റോഡിന് റെയിൽവേ വകുപ്പ് അടിയന്തര സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കാസർഗോഡ് ജില്ല പൂർണ്ണ സജ്ജം. വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് തിരഞ്ഞെടുപ്പ്. ഒരുക്കിയത് 1334 പോളിംഗ് ബൂത്തുകൾ. വോട്ടെടുപ്പ് ദിവസം വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ശക്തമായ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി PB ജോയ്. 10 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് സുരക്ഷാ ചുമതല. കാസർഗോഡ് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് LDFനെ സഹായിക്കുവാനാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കളക്ടർ ആരുടെയോ ചട്ടുകമായി പ്രവർത്തിക്കുന്നുവെന്നും ഉണ്ണിത്താൻ. നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിലും വോട്ട് ഉറപ്പിക്കുവാനുള്ള തിരക്കിൽ കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിയായിരുന്നു സ്ഥാനാർത്ഥികളുടെ വോട്ടഭ്യർത്ഥന. തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റു പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ജില്ലയിൽ നടന്നു. പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിലായിരുന്നു വിതരണം. വീട്ടിൽ വോട്ടിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 5331 വോട്ടർമാർ വോട്ട് ചെയ്തു.
3566 ഭിന്നശേഷി വോട്ടർമാരും 642 അവശ്യ സർവീസ് വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.